37ാമത് ലോക എയ്ഡ്സ് ദിനം ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. ഇതിൻ്റെ ഭാഗമായി കുറേയധികം പരിപാടികളിലൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. HIV അണുബാധ ഭൂമുഖത്തു നിന്നും തുടച്ചു മാറ്റേണ്ടത് മാനവരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. HIV അണുബാധ പിടിപെടാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നും ആരോഗ്യകരമായ ജീവിതത്തിന് ആവശ്യമായ ജീവിതശൈലി പിന്തുടരുമെന്നും ഞാൻ പ്രതിജ്ഞയെടുക്കുന്നു. HIV എന്ന മാരകമായ വൈറസ് ശരീരത്ത് കയറി നമ്മുടെ പ്രതിരോധ ശക്തികളെ നഷ്ടപ്പെടുത്തി ഒരു അസുഖം ജനറേറ്റ് ചെയ്യുന്നതാണ് എയ്ഡ്സ് എന്ന് പറഞ്ഞ ആ ഒരു മാരകമായ അസുഖത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. ലൈംഗികമായി സുരക്ഷയില്ലാത്ത ലൈംഗികതയും ബ്ലേഡ്, ബ്രഷ്, ഈ രോഗികൾ വാഹകരായ അവരുടെ ബ്രഷുകളെ, അവരുടെ ബ്ലേഡുകളെ, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ്, സിറിഞ്ചുകളെയൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് ഇത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിൽ കൂടെ നമ്മുടെ ശരീരത്ത് HIV വൈറസ് കടന്നുകൂടുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം എറണാകുളത്ത് ടാറ്റു അടിച്ച ഏകദേശം കോളേജ് കുട്ടികൾക്ക് 15 കുട്ടികൾക്കാണ് എയ്ഡ്സ് പോസിറ്റീവ് വന്നത്, HIV പോസിറ്റീവ് വന്നത്. ഈ ടാറ്റു ചെയ്യുമ്പോഴും ഒരു നീഡിൽ പോലൊരു വസ്തു വെച്ചാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ അതും രോഗം ക്യാരി ചെയ്യാൻ പറ്റിയ വസ്തുവാണ്. നമ്മളറിയാതെ ഒരു നിശബ്ദ കൊലയാളിയെ പോലെ കടന്നു വരാൻ ചാൻസ് ഉള്ള ഒരു അസുഖമായി മാറിയിരിക്കുന്നു HIV. നമ്മൾ അതിനുവേണ്ടിയുള്ള പ്രിക്കോഷൻസ് കരുതുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തുണ്ടാകുന്നത്. എയ്ഡ്സ് രോഗമുള്ളവരെ കണ്ടുപിടിച്ച് അവർക്ക് നേർവഴി നടത്തുകയും അവർക്ക് വേണ്ട ചികിത്സകൾ കൊടുക്കുകയും ഇന്ന് ഈ ടാബ്ലറ്റ്സ് എല്ലാം അവൈലബിൾ ആണ്. ഗവൺമെൻറ് തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. 10,000 രൂപ വിലയുള്ള ഒരു ബോട്ടിലാണ് ഒരു മാസം ഒരു രോഗി ഉപയോഗിക്കുന്ന ആ മരുന്നാണ് ഗവൺമെൻറ് ഫ്രീ ആയിട്ട് സപ്ലൈ ചെയ്യുന്നത്. ഡിസംബർ മാസം 1-ാം തീയതി എല്ലാ വർഷവും കേരളത്തിലെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡുകളിൽ ഒന്നായ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡ് വെച്ച് അതിവിപുലമായ രീതിയിൽ, ഒരുപക്ഷെ ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ്, അതിവിപുലമായ രീതിയിൽ എയ്ഡ്സ് ദിന ആചരണവും ബോധവൽക്കരണ പരിപാടിയും അതുപോലെ തന്നെ മറ്റ് കലാപരിപാടികളുമൊക്കെ സമുചിതമായി നടത്തി വരുന്ന ഒരു സംഘടനയാണ് കാർഡ്. അതുപോലെ തന്നെ ഈ മഹത്തായ പ്രോജ്വലമായ സംഘടനയ്ക്ക് എല്ലാ പിന്തുണ അർപ്പിച്ചുകൊണ്ട് കൊട്ടാരക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലും ഇന്ത്യയിലെ അല്ല ലോകത്തിലെ ഏറ്റവും വലിയ നോൺ NGO എന്നറിയപ്പെടുന്ന ലയൺസ് ക്ലബ് ഇൻ്റർനാഷണലിൻ്റെ ഭാഗമായിട്ടുള്ള കൊട്ടാരക്കര ലയൺസ് ക്ലബ്ബും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഘടനകളൊക്കെ ഈ പരിപാടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ വരാറുണ്ട്. ഇന്നും പതുപോലെ ഡിസംബർ മാസം 1-ാം തീയതി എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് നടന്ന ബോധവൽക്കരണ പരിപാടിയും അതുപോലെ തന്നെ അതിൻ്റെ സമ്മേളനവും കലാപരിപാടികളും ഔപചാരികമായിട്ട് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ പരിപാടിക്ക് വിവിധ നേതാക്കന്മാർ ആശംസകൾ അർപ്പിച്ചു. ഈ പരിപാടി പരിപൂർണ വിജയമായി തീരുവാനും അടുത്ത വരും വർഷങ്ങളിൽ ഈ എയ്ഡ്സ് പോലുള്ള മഹാവ്യാധി, മഹാരോഗങ്ങൾ ഇല്ലാതായി സമത്വസുന്ദരമായിട്ടുള്ള, ആരോഗ്യകരമായിട്ടുള്ള ഒരു സുന്ദര കേരളം കെട്ടിപ്പടുക്കുവാൻ എല്ലാവർക്കും കഴിയട്ടെ. ആരോഗ്യകരമായ ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധമായ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നമുക്കറിയാം, ലോകത്ത് ഇന്ന് പലരും ചോദിക്കുന്നുണ്ടാവും, നമ്മുടെ കൂട്ടത്തിലുള്ളവർ ചോദിക്കുന്നുണ്ടാവും, എയ്ഡ്സ് രോഗികൾ ഇപ്പോഴും ഉണ്ടോ, എയ്ഡ്സ് ഇപ്പോഴും ഉണ്ടോ? അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞാൽ, അതായത് 2023 ലഭ്യമായിട്ടുള്ള അവസാനത്തെ കണക്ക് 2023 2023 ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ട കണക്കനുസരിച്ച് 39.9 ദശലക്ഷം മില്യൺ ആൾക്കാരാണ് ലോകത്ത് HIV അണുബാധിതരായിട്ട് ഉള്ളതെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. പക്ഷേ 23 കണക്കാണ്. 24 വരുമ്പോഴത്തേക്കും അത് 40 ദശലക്ഷത്തിൽ അപ്പുറമാകും. അപ്പോൾ 39.9 ദശലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ സാധാരണക്കാരായ നമുക്ക് ഇത് എത്രയുണ്ടെന്നൊന്നും മനസ്സിലാവില്ലായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കണക്ക് പറയാം. ഒരു സാധാരണ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലൊരു കണക്ക് പറയാം. ഇത് കോടിയിലേക്ക് ആക്കി കഴിഞ്ഞാൽ എത്ര കോടി വരുമെന്ന്
ഒന്ന് ഊഹിച്ച് പറഞ്ഞാൽ ഏകദേശം 4 കോടി ജനങ്ങൾ വരും.